തനിക്ക് കീഴിൽ വിറയിലൂടെ അർദ്ധനഗ്നമായി കിടക്കുന്നവളെ ഭരത്തിന്റെ കണ്ണുകൾ അപ്പാടെ ഒന്ന് ഒഴിഞ്ഞു നോക്കി. അവന്റെ നോട്ടം കണ്ട് ആ കൈക്കുള്ളിൽ നിന്ന് പിടഞ്ഞു പോകാൻ നോക്കുന്ന കാന്തി അതിനനുവദിക്കാതെ അവൻ അടക്കി പിടിച്ചുകൊണ്ട് കിടന്നു. എന്താ? അവന്റെ ഭാരതന്റെ ശരീരത്തിൽ അറിഞ്ഞതും ഭരത്തിന്റെ നെഞ്ചിൽ കൈവച്ച് തടഞ്ഞുകൊണ്ട് കാന്തി ഒരു വിറയിലൂടെ ചോദിച്ചു. തന്റെ നെഞ്ചിലിരിക്കുന്ന അവളുടെ കൈവിരൽ വിറയ്ക്കുന്നത് അറിഞ്ഞതും അവന്റെ ചുണ്ടിൽ ഒരിളം പുഞ്ചിരി വിരിഞ്ഞു വന്നു. ഗൗരവം മാത്രം മുന്നിട്ട് നിൽക്കുന്ന അവന്റെ കണ്ണുകൾ പോലും ഒന്ന് പുഞ്ചിരിച്ചത് കണ്ട കാന്തി ആ കണ്ണുകളിൽ അടിമപ്പെട്ടതുപോലെ കിടന്നുപോയി. നിനക്ക് സംശയമല്ലേ? അത് തീർന്നു തരാം. ഭരത് അവളെ ചെവിക്ക് താഴെ വന്നുകൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞ കേൾക്കെ അവന്റെ ശ്വാസം കൊണ്ട് അവിടെ ആകെ ഇക്കിളിയായവൾ ഒന്ന് കഴുത്തി വെട്ടിച്ച് കണ്ണടച്ചു. പിന്നെ എന്താ ഭരത് പറഞ്ഞെന്ന് പോലും അവൾ ഓർത്തു നോക്കിയത്. എന്താ? ഒട്ടൊരു ഞെട്ടലോടെ ഭരത്തിനെ നോക്കുമ്പോൾ അവനിൽ വീണ്ടും ആ പഴയ ഗൗരവം നിറഞ്ഞു വന്നു. നിനക്ക് ഞാൻ ഗേ ആണോ? സംശയമല്ലേ? അത് അങ്ങനെയല്ലെന്ന് ഞാൻ തെളിയിച്ചു തരാം. എന്നിട്ട് പോയാൽ മതി നീ. വിയർത്ത് തുടങ്ങിയ കാന്തിയുടെ മേൽച്ചുണ്ടിലേക്ക് അവളുടെ പിടയ്ക്കുന്ന കണ്ണുകളിലേക്ക് നോക്കി ഭാരത് പറയുമ്പോൾ ഉമ്മീന്നിൽ ഇറക്കിക്കൊണ്ട് അവൾ വേണ്ടുന്ന രീതിയിൽ തല ചലിപ്പിച്ചു. എനിക്കൊരു അബദ്ധം പറ്റിയതാ. എനിക്ക് സംശയമൊന്നുമില്ല. എന്നാ ഞാൻ പോട്ടെ. കാന്തി വിറയിലൂടെ പറയുമ്പോൾ ഭാരത് വേണ്ടുന്നതുപോലെ തല ചലിപ്പിച്ചുകൊണ്ട് അവളുടെ കഴുത്തിലേക്കൊന്ന് മുഖം അമർത്തി. അവന്റെ മുഖം നഗ്നമായ തന്റെ കഴുത്തിൽ അമർന്നതും അറിയാതെ ഭാരത്തിന്റെ തോൾ പിടിമോർക്കി കണ്ണുകൾ അമർത്തി അടച്ചു കളഞ്ഞവൾ. അവളുടെ ശ്വാസഗതി മാറിയത് കണ്ടതും ഭരത് അവിടെ നിന്ന് കൂടെ മുഖം പൂഴ്ത്തി അവളുടെ ഗന്ധം മാഞ്ഞു വലിച്ചു. അത് പിന്നെ രാവിലെ കുളിച്ചതാണല്ലോ. കാന്തി വിക്കലോടെ പറഞ്ഞു കേട്ടതും അവളുടെ ഗന്ധം മാത്രമേ പ്രിയമോടെ ശ്വസിച്ചവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അതുകൊണ്ട് ഞാൻ സോപ്പൊന്നും തേച്ചില്ല. വിയർപ്പ് നാറ്റുണ്ടല്ലേ? കാന്തിയുടെ ചമ്മലോടെയുള്ള സംസാരം കേട്ടതും ഭരത് അവളെ ചിരിയോടെ നോക്കി. ഞാൻ ശ്രദ്ധിച്ചില്ല. ഒന്നുകൂടെ നോക്കട്ടെ. ഭരത് അവളിലേക്ക് ഒന്നുകൂടെ കുഴിഞ്ഞുകൊണ്ട് പറഞ്ഞു കേട്ടതും ഒന്ന് മോളിക്കൊണ്ട് കഴുത്തവന് നേരെ കാട്ടിയവൾ. നോക്കിക്കോ, താഴെ ആളുകളുള്ളതല്ലേ. വിയർപ്പ് ഗന്ധമുണ്ടെങ്കിൽ സോപ്പ് തേച്ച് ഒന്നുകൂടെ കുളിക്കാം. കഴുത്ത് ഞെളിച്ചി കൊടുക്കുന്നതിനൊപ്പം അവൾ പറഞ്ഞു കേട്ടതും ഭരത് തലയിന്ന് കുടഞ്ഞുകൊണ്ട് അവളുടെ കഴുത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ഞരമ്പിലൊന്ന് കടിച്ചു. വേദന കൊണ്ടവൻ കണ്ണും വീഴ്ച അവനെ നോക്കാൻ തുടങ്ങിയതും ഭരത്തിന്റെ നാവുകൾ അവിടെ ഒരു തണുപ്പ് തീർത്തു. അവനെ തള്ളി മാറ്റാൻ തുടങ്ങിയ അവളുടെ കൈകൾ ബെഡിൽ അമർത്തി വെച്ചുകൊണ്ട് ഭരത് അവളെ കുഞ്ഞു കുഞ്ഞു ചുംബനങ്ങൾ കൊണ്ട് തളർത്തി തുടങ്ങി. അവനെ കീഴിൽ വിധിയായി കിടക്കുമ്പോൾ അവളിലും ചെറിയ കുറുകൾ പുറത്തേക്ക് വന്നു. സംശയമുണ്ടോ ഇനി? അങ്ങനെയാണെങ്കിൽ ഈ ടവൽ ഞാനൊന്ന് അഴിച്ചു കളയാം. അതിനുശേഷം കുറച്ച് പരിപാടിയുണ്ട്. അവളെ ചുവന്നു പോയ മുഖത്തേക്ക് ഒരു നിമിഷം നോക്കി കൈവിട്ടു പോകുന്ന മനസാന്നിധ്യം തിരികെ പിടിച്ചുകൊണ്ട് ഭാരത ഗൗരവത്തിൽ ചോദിച്ചു കേട്ടതും ഞെട്ടലോടെ അവൾ കണ്ണു തുറന്നു. അയ്യോ വേണ്ട, രാത്രി മതി. അവൾ വിളിച്ചു പറഞ്ഞു കേട്ടതും ചുണ്ട് കടിച്ചുകൊണ്ട് ഭരത് അവളിൽ നിന്ന് മാറിക്കിടന്നു. എന്ത്? അവൾ മാറിയതും ആശ്വാസത്തിൽ എഴുന്നേൽക്കാൻ നിന്നവളെ നോക്കി ഭാരത ചോദിക്കുമ്പോൾ അവളൊന്ന് പകച്ചുപോയി. തനിക്ക് കണ്ണിന് നേരെ കണ്ടുകൂടാത്തവന്റെ കൂടെ താനിപ്പോ എന്താ പറഞ്ഞെന്ന് ഓർമ്മ വന്നതും അവൾ പതിയെ ബെഡിൽ നിന്നും എഴുന്നേറ്റു. പിന്നെ കയ്യിൽ കിട്ടിയ ഡ്രസ്സും ഇട്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് ഒരു ഓട്ടമായിരുന്നു ആൾ. അത് കണ്ടത് മൊഴിയിളം പുഞ്ചിരിയോടെ ബെഡിലേക്ക് ചാഞ്ഞുകൊണ്ട് കണ്ണുകൾ അടച്ചവൻ. അയ്യേ, വൃത്തികെട്ടവൻ. അവനെ എന്തൊക്കെയാ ചെയ്തേ? എന്നിട്ടെല്ലാം കൈ നീട്ടി വാങ്ങി മിണ്ടാതെ ഇങ്ങ് വന്നേക്കുന്നു. നിനക്ക് തിരിച്ചൊന്ന് പ്രതികരിക്കാൻ വയ്യേ കാന്തി? ഡ്രസ്സെല്ലാം മാറ്റി തലയ്ക്കുന്ന തല്ലിക്കൊണ്ട് കാന്തി പിറുപിറുത്തു. അല്ലെങ്കിൽ ഞാൻ എന്തിനാ പ്രതികരിക്കുന്നത്? എന്റെ ഭർത്താവല്ലേ. അയാൾ തൊട്ടപ്പോൾ എനിക്കത് ഇഷ്ടമായല്ലോ. അത് ഞാൻ ആസ്വദിക്കുകയും ചെയ്തു. ഇതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവൾ സ്വയം പറഞ്ഞത് തലയൊന്ന് കുറഞ്ഞു. മായച്ചു കള കാന്തി. അവൻ വേണ്ട നിനക്ക്. അതുകൊണ്ടല്ലേ വെളുപ്പിനുണർന്ന ശീലമില്ലെങ്കിലും ഇന്നിപ്പോ എഴുന്നേറ്റ് ഒളിച്ചോടാൻ നോക്കി. അവൾ തലയ്ക്കൊന്ന് കൊടുത്തുകൊണ്ട് പിറുപിറുത്തു. പിന്നെ പറഞ്ഞ് ഡോർ തുറന്ന് ഭരത്തിനെ ഒന്ന് തലയിട്ട് നോക്കി. ആൾ ബെഡിൽ ചെരിഞ്ഞു കിടക്കുന്നുണ്ട്. വൃത്തികെട്ടവൻ. നെഞ്ചി കാണിച്ച് മയക്കാൻ ഇറങ്ങിയേക്കുക. എന്നാൽ ഞാൻ മയങ്ങൂലടാ. ചീർഞ്ഞു കിടക്കുന്നവന്റെ ഷർട്ട് തുറന്നു കിടക്കുന്നത് കാണി ആ വിരിഞ്ഞ രോമങ്ങൾ നിറഞ്ഞ നെഞ്ചിലേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് അവൾ കണ്ണാടിക്ക് മുന്നിലേക്ക് നീങ്ങി നിന്നു. ഇങ്ങനെ ഗേ ഒന്നുമല്ല, ആസൽ പെണ്ണു വെടിയന. കഴുത്തിൽ ചുവന്നു നിൽക്കുന്ന പാടിൽ വിരൽ ഓടിച്ചുകൊണ്ട് അവൾ ആ മർഷത്തോടെ പുറത്തുകൊണ്ട് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. വസുവിന്റെ അടുത്ത് പോയി കിടക്കാനാണ് അവളെ പ്ലാൻ. ഒന്നുറങ്ങി എഴുന്നേറ്റാൽ ക്ഷീണം കുറയും. ഡോർ തുറന്ന് പുറത്തേക്ക് കാൽ വെച്ചതും പിന്നിൽ നിന്നും ഒരുവൻ അവളെ വട്ടം പിടിച്ച് അതുപോലെ പൊക്കിയെടുത്തു. എടോ, താഴെ ഇറക്കടോ, ഞാനൊന്ന് ഉറങ്ങട്ടെ. കാന്തി അവന്റെ കയ്യിൽ കിടന്ന് പടഞ്ഞതും ഭാരത് അവളെ ദേഷ്യത്തിൽ നോക്കി. ഇവിടെ ഈ ബെഡിൽ എന്നോടൊപ്പം കിടന്നാ മതി. ഇപ്പൊ മനസ്സിലായോ നിനക്ക്? ഭാരത് അവളെ ബെഡിലേക്ക് ഇട്ടുകൊണ്ട് ആ നേർക്ക് വിരൽ ചൂണ്ടി ചോദിച്ചതും അവന്റെ ഭാവമാറ്റം കണ്ടവൾ പല്ലി കടിച്ചുകൊണ്ട് തിരിഞ്ഞു കിടന്നു. നാറി. അവൾ കിടത്താൻ കണ്ടതും ഡോർ ലോക്ക് ചെയ്തുകൊണ്ട് അവൻ അവൾക്ക് അരികിലേക്ക് കിടന്നു. അതറിഞ്ഞതും പിന്നിലേക്ക് നീങ്ങാൻ തുടങ്ങിയവളെ അതിനനുവദിക്കാതെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു കിടന്നവൻ ആ കൈക്കുള്ളിൽ കിടന്ന് പിടഞ്ഞു മാറാൻ നോക്കിയിട്ടും പറ്റാത്തത് കൊണ്ട് അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു. അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് കിടക്കുമ്പോൾ അത്രയും മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു ഭാരത്തിന്റെ ചുണ്ടിൽ.
പുറത്തിറങ്ങിയിട്ട് കാലത്തി. തന്റെ പുറത്ത് കയറിയിരുന്ന് കഴുത്തിൽ ഞെക്കുന്നവളെ കാണി ഉറക്കത്തിലായിരുന്ന വസു കണ്ണും വീഴ്ചപോയി. കഴുത്തിൽ നിന്നും അവളെ കുഞ്ഞിക്കൈ എടുത്തു മാറ്റി അവളെ ബെഡിലേക്ക് മാറിച്ചിടാൻ നോക്കി വസു. എവിടെ? ഉടുമ്പ് പിടിച്ചതുപോലെ അള്ളി പിടിച്ചിരിക്കുന്നുണ്ട് അവന്റെ ദേഹത്ത്. ഞാൻ ശ്വാസം വിടട്ടേടി, നീ കാര്യം പറഞ്ഞിട്ട് ഉപദ്രവിക്കേ. കൈകൾ കുപ്പി വസു പറയുമ്പോൾ വീർപ്പിച്ച മുഖവുമായി കാന്തി അവനിൽ നിന്നും എഴുന്നേറ്റിരുന്നു. ഹാവ്, ഇനി പറ, എന്താ പ്രശ്നം? കാന്തി എഴുന്നേറ്റ് മാറിയതും ശരീരം ഒന്ന് ഇളക്കി മുഖം അമർത്തി തുളച്ചുണ്ട് വസു അവൾക്കരികിലേക്ക് ചേർന്നിരുന്നു. അയാളുണ്ടല്ലോ, അയാളെ ഞാൻ കൊല്ലും, വൃത്തികെട്ടവൻ. ഏ, ആരെ? അവൾ വിരൽ ചൂണ്ടി വിറയ്ക്കുന്ന കണ്ടതും വസു മനസ്സിലാവാതെ ചോദിച്ചു. നിന്റെ ഏട്ടനെ, അല്ലാതെ ആരെ? അയാളെന്ന് എന്നോട് കാണിച്ചത് എന്താണെന്ന് നിനക്ക് അറിയോ? കാന്തി കലിയോടെ ചോദിക്കുമ്പോൾ ഇല്ലെന്ന രീതിയിൽ അവൻ തല ചലിപ്പിച്ചു. അയാളെന്നെ, അല്ലെങ്കിൽ വേണ്ട. പറയാൻ വന്നിട്ട് അത് അവിടെ വെച്ച് തന്നെ നിർത്തിയവൾ. അത് അവിടെ സ്വകാര്യ നിമിഷങ്ങളാണെന്ന ബോധം അപ്പോഴാണ് പാവത്തിന് വന്നെന്ന് തോന്നുന്നു. വേണ്ടെന്ന, നീ പറഞ്ഞിട്ട് പോയാൽ മതി. ഏട്ടൻ നിന്നെ എന്ത് ചെയ്ത്? തല്ലിയോ അതോ ചീത്ത പറഞ്ഞോ? അങ്ങനെയെങ്കിൽ എത്ര നന്നായിനെ. എന്താ? കാന്തി ആമാശത്തിൽ പിറുപിറുക്കുമ്പോൾ വസും മനസ്സിലാവാതെ അവളെ നോക്കി. സന്ധ്യ നേരം വരെ കിടന്നുറങ്ങിയിട്ട് അവൻ കാര്യം കേൾക്കാൻ വന്നേക്കുക. പോയി കുളിച്ചിട്ട് വട, നാറിയിട്ട് വയ്യ. മൂക്കും പൊത്തി പിടിച്ചുകൊണ്ട് കാന്തി റൂമിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വസു കണ്ണു വീഴ്ചയിരുന്ന് പോയി. ഏട്ടൻ കെട്ടി വിഷമത്തിൽ ഇനി വട്ടുവല്ലം വന്നതാണോ എന്തോ പറഞ്ഞിട്ട് സ്വയം ഒന്ന് മണത്ത് നോക്കിയവൻ. ഹോ, എനിക്ക് പുറം സഹിക്കാൻ വയ്യ. ചുമ്മാല, ആ പെണ്ണി ചാടിയിട്ട് പോയത്. തലയൊന്ന് കുറഞ്ഞിട്ട് വസു ബാത്റൂമിൽ കയറുമ്പോൾ കാന്തി താഴേക്കുള്ള സ്റ്റെപ്പ് ഇറങ്ങാൻ തുടങ്ങി. ആദ്യത്തെ പടി ചവിട്ട് മുന്നേ കാന്തി പുറകിൽ നിന്നൊരുവൻ തൂക്കിയെടുത്തത്. ഇയാൾക്ക് ഇത് എന്തിന്റെ കേടാ? തിരിഞ്ഞു നോക്കി കാന്തി ചീറുമ്പോൾ അവളെ തൊടുത്ത കവളിൽ കടിച്ചുകൊണ്ട് മുഖം മാറ്റിയവൻ. എന്ത് കേടെന്ന് പറഞ്ഞാൽ പൊന്നുമോള് അത് മാറ്റി തരുവോ? കാന്തി കണ്ണുകൊണ്ടൊന്ന് ഒഴിഞ്ഞു ഭാരത്ത് മീശ പിടിക്കുമ്പോൾ കാന്തി അവനെ മീഴ്ച നോക്കി. അയ്യേ! ആ നോട്ടം കണ്ട് നെഞ്ചിൽ രണ്ട് കൈയും വെച്ച് പൊതിഞ്ഞുകൊണ്ട് പിന്നിലേക്ക് നീങ്ങി അവൾ. സ്റ്റെപ്പാണ്, സൂക്ഷിച്ച്. പിന്നിലേക്ക് മറിഞ്ഞു വിടാൻ പോയവളെ നെഞ്ചിലേക്ക് അണച്ച് പിടിച്ചുകൊണ്ട് ഭാരത ഗൗരവത്തിൽ പറയുമ്പോൾ കാന്തിവിന്റെ തുറന്നിടുന്ന ഷർട്ടിന്റെ വിടവിൽ ഒന്ന് നോക്കി ഉമ്മഞ്ഞിലിറക്കി. തേണ്ടി കൊതിപ്പിക്കാൻ ഇറങ്ങിയേക്കുക. അവനിൽ നിന്നും പിടഞ്ഞു മാറി താഴേക്കുള്ള സ്റ്റെപ്പ് ഓടി ഇറങ്ങുമ്പോൾ പിറുപിറുക്കാൻ മറന്നില്ല അവൾ. മുഖത്ത് വിരിഞ്ഞ ചിരി ഒന്ന് മാറ്റി ഗൗരവത്തിൽ താഴേക്ക് ഇറങ്ങുമ്പോൾ കല്യാണത്തിന് വന്ന ബന്ധുക്കളെല്ലാം അവിടെ ഏറ്റിരിക്കുന്നത് കണ്ടവൻ അവർക്കൊപ്പം പോയെന്ന് സംസാരിക്കുമ്പോഴും മുൻപിൽ ചായ കുടിക്കുന്നവരിലെ കുറിപ്പിച്ച നോട്ടം ആസ്വദിക്കുന്നുണ്ടവൻ. കൂടെയൊക്കെ കഴിഞ്ഞ് വസു വന്ന് കാന്തി കഴുത്തിരിക്കുമ്പോൾ ഭാരത പൂർണ്ണമായും അവരിൽ നിന്ന് ശ്രദ്ധ തിരിച്ചു. ആരുമില്ലെങ്കിലും ഇയാൾ നോക്കും. തന്റെ മുഖം തിരിച്ചു നോക്കാതെ ഇരിക്കുന്ന ഭാരതിനെ നോക്കി കാന്തി പിറുപിറുക്കുമ്പോൾ വസു എന്തെന്നതുപോലെ അവളെ തട്ടി. നിന്റെ ഏട്ടന്റെ സൗന്ദര്യം നോക്കിയടാ, എന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല കാന്തിയെ, പക്ഷെ ഞങ്ങൾ കുറച്ച് വയസ്സുമാർ ഇവിടെയുള്ള കാര്യം മറക്കാതിരുന്നാൽ മതി. ദേഷ്യത്തിൽ വസുവിനെ നോക്കി വിളിച്ചു പറഞ്ഞ ശബ്ദത്തിലായിരുന്നു. എന്നറിഞ്ഞവൾ എല്ലാരെയും നോക്കി നന്നായി ഒന്ന് ചിരിച്ചു കാണിച്ചു. മനഃപൂർവ്വം ഭാരതിനെ നോക്കാൻ പോയില്ല അവൾ. അങ്ങനെ സംസാരിക്കുമ്പോൾ കാന്തിയുടെ അച്ഛനും അമ്മയും കൂടെ അവിടേക്ക് വന്നു. അച്ഛാ, ജയദേവന്റെ അരികിൽ നിന്നുകൊണ്ട് ആ നെഞ്ചിലേക്ക് ചാഞ്ഞവൾ വിളിച്ചതും അയാൾ സ്നേഹത്തോടെ കാന്തിയുടെ കവളിൽ ചുംബിച്ചു. അച്ഛന്റെ കുട്ടി കുറുമ്പുവെല്ലാം കാണിച്ച ഭാരതിനെ ബുദ്ധിമുട്ടിച്ചോ? അവളുടെ മുഖത്തേക്ക് നോക്കി സ്നേഹത്തോടെ അയാൾ ചോദിച്ചതിന് കലിപ്പ് നിറഞ്ഞൊരു നോട്ടമായിരുന്നു അവൾ തിരികെ കൊടുത്തത്. ആച്ചിയുടെ പൊന്നിന്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് ചോദിച്ചാലേ. അയാൾ ചിരിയോടെ വീണ്ടും അവളെ തല നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുമ്പോൾ അവൾ ഒളികണ്ണിട്ട് ഭാരതിനെ നോക്കി. അവൻ ഗൗരവത്തിൽ അവരെ നോക്കിയിരിക്കുവാണ്. അന്യൻ അവനിൽ നിന്ന് മുഖം തിരിക്കുമ്പോൾ കാന്തി പിറുപിറുത്തു. അടങ്ങി നിൽക്കുക കാന്തി. എന്താ അമ്മ ഇത്? ഇതൊക്കെ ഇത്തിരി ഓവറാണ് കേട്ടോ. സെറ്റും കൊണ്ട് മുടിപ്പിച്ച് തലയിൽ മുല്ലപ്പൂവും ചൂടിപ്പിക്കുന്ന സുമയെ നോക്കി കാന്തി കണ്ണിട്ടുമ്പോൾ സുമ അവളെ ദേഷ്യത്തിൽ നോക്കി. അരികിൽ ചിരിയുടെ നളിനിയുമുണ്ട്. രണ്ടാളും ചേർന്നാണ് അവളെ റെഡിയാക്കിയത്. ഇനി വസു അവളെ റൂമിലേക്ക് ആക്കി കൊടുക്കും. സ്വന്തം മോളുടെ ഫസ്റ്റ് നൈറ്റിന് ഇങ്ങനെ ഒരുക്കാൻ എത്ര അമ്മമാർക്ക് ഭാഗ്യം കിട്ടും. കാന്തി പിറുപിറുക്കുമ്പോൾ സുമ ചിരിയോടെ അവളെ നോക്കി. എന്റെ പൊന്നു മോളെ ഭാരതിനോട് ദേഷ്യപ്പെടരുത്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന് തുടക്കമാണ്. അത് അടിപിടി കൂടി നശിപ്പിക്കരുത്. കാന്തിയുടെ നെറ്റിയിൽ അമർത്തി ചിന്തിച്ചുകൊണ്ട് സുമ പറയുമ്പോൾ അവരെ നോക്കി തല കുലിച്ചവൾ. വേറെ ഫംഗ്ഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ബന്ധുക്കളും കസിൻസും എല്ലാം പോയിരുന്നു. ഇപ്പൊ അവർ രണ്ട് വീട്ടുകാരും മാത്രമേ ഉള്ളൂ. അപ്പോ ഹാപ്പി ഫസ്റ്റ് നൈറ്റ്. ഭയത്തിന്റെ റൂമിൽ കാന്തി ആക്കി കൊടുത്ത് അതും പറഞ്ഞ് വസു പുറത്തേക്ക് ഓടിയതും കാന്തി പല്ല് കടിച്ചുകൊണ്ട് അവനെ തിരിഞ്ഞു നോക്കി. ആഹാ, കൊള്ളാലോ ഇത്. പിന്നീട് നിന്നും ഭാരത്തിന്റെ ശബ്ദം കേട്ടവൾ ദേഷ്യത്തിൽ അവനെ തിരിഞ്ഞു നോക്കി. കുളി കഴിഞ്ഞിറങ്ങി വന്നവൻ നഗ്നമായ പുറത്ത് ടവൽ തിരിച്ചിട്ടേക്കുവാണ്. അവന്റെ ശരീരത്തിലേക്ക് നോക്കി മുഖം കുനിച്ചു കളഞ്ഞു കാന്തി. എങ്ങാനും കൺട്രോൾ പോയി അങ്ങനെ വല്ലോ അങ്ങോട്ട് കയറി പീഡിപ്പിച്ചാലോ? അതായിരുന്നു അവളുടെ മനസ്സിൽ. എന്നാ പിന്നെ ചടങ്ങ് തുടങ്ങാം അല്ലെ? കാന്തിയുടെ അരികിൽ എത്തി അവളുടെ കയ്യിലിരിക്കുന്ന പാൽ ഗ്ലാസിന് വേണ്ടി കൈ നീട്ടി ഒരു ചീയുടെ ഭാരത ചോദിക്കുമ്പോൾ
പല്ല് കടിച്ചുകൊണ്ട് അവൾ അത് തന്നെ ചുണ്ടിലേക്ക് മുട്ടിച്ചു. ആ ഗ്ലാസ്സിലെ അവസാന തുള്ളി പാലും കുടിച്ചുകൊണ്ട് അവൾ ഭരത്തിനെ നോക്കുമ്പോൾ അവളുടെ തൊണ്ടക്കുഴിയിൽ ഒന്ന് അമർത്തി പിടിച്ചുകൊണ്ട് കാന്തിലെ ചുണ്ടുകൾ അവൻ വായിലാക്കി. അവളുടെ വായിലും കുറേശ്ശേയി ആ പാൽ അവൻ നുണഞ്ഞെടുക്കുമ്പോൾ വിറയിലോടെ അനങ്ങാനാകാതെ നിന്നുപോയി അവൾ. ഭരത്തിന്റെ നീക്കത്തിൽ അനങ്ങാനാകാതെ നിന്നുപോയുള്ള കണ്ണുകൾ ഏതോ നിമിഷം ഒന്ന് കൂമ്പി അടയുകയും ആ വിരലുകൾ അവനിൽ മുറുകുകയും ചെയ്തു. ഭരത് കണ്ണുകൾ അടച്ചു നിൽക്കുന്നവളുടെ മുഖത്തേക്ക് നോക്കി. അവൾ ആ ചുംബനം മടുപ്പിൽ അത് സ്വീകരിക്കുന്നത് കണ്ട് അവന്റെ ചുടികളൊന്ന് വിടർന്നു പോയി. ആ തുടുത്ത കവളിലേക്ക് അവന്റെ വിരലുകൾ തഴുകി തലോടി നിന്നു. ഭരത്തിന്റെ തോളിൽ അലസമായിട്ടിട്ട് അവൾ അവനിരുന്ന് മാറ്റാൻ നെഞ്ചിലെ രോമത്തിലും മാടിയിലുമായിട്ടവൾ പിടിമുറുക്കി. അവനിലൂടെ കാന്തിയുടെ കൈകൾ എഴഞ്ഞു നീങ്ങുന്നത് അറിഞ്ഞവൻ അതിശയത്തിൽ അവളെ നോക്കി. ശ്വാസം കിട്ടാതെ പിടച്ചുപോയി അവളെ നോക്കി ആ ചുണ്ടിലും ചുണ്ടുകൾ വേർപ്പെടുത്തവെ കാന്തി അവനെ ഞെട്ടലോടെ നോക്കി. പാല് തീർന്നുപോയി. അവളുടെ നോട്ടം കാണി ഗൗരവത്തിൽ പറഞ്ഞിട്ട് ഭാരത് ഒരടി പിന്നിലേക്ക് നീങ്ങി. ഒരു ഗ്ലാസ് കൂടെ കൊണ്ടുവന്നാലോ? കിതപ്പോടെ അവൾ ചോദിക്കുമ്പോൾ ചിരി വന്നു പോയിരുന്നു അവനും. എങ്കിലും ഗൗരവത്തിൽ തന്നെ വെച്ചു ആ മുഖം. ഇന്നിനെ ഇത്രയും പോരെ, ബാക്കി നാളെ ആകാം. താഴ്ക്കിടന്ന ടവൽ എടുത്തുകൊണ്ട് ഭാരത് ചോദിക്കുമ്പോൾ മതി എന്നതുപോലെ തല കുലുക്കിയവൾ. എന്നപ്പം നീ ഡ്രസ്സ് മാറ്റിയിട്ട് വന്ന് കിടക്ക്, അവൾ ഞാൻ ചെയ്തു തരണോ? അവളുടെ കയ്യിലിരുന്ന ഗ്ലാസ് വാങ്ങി ടേബിളിൽ ഒതുക്കി വെച്ചിട്ട് ഒരു ടീഷർട്ട് വലിച്ചിട്ടവൻ. എവിടേക്കോ പിന്നുണ്ട്. തന്റെ സാരിയിലേക്ക് ദയനീയമായി എന്ന് നോക്കി അവൾ. അത് കണ്ടൊരു ചിരിയോടെ അവൾക്കരികിൽ നിന്നുകൊണ്ട് പിന്നുകൾ ഓരോന്നായി ഊരിയെടുത്തവൻ. പിന്നെ അവൾ പ്രതികരിക്കാത്തത് കൊണ്ട് ആ സാരിയും ഊരിയെടുത്തു. അനക്കമൊന്നുമില്ലാതെ നിൽക്കുന്ന പെണ്ണിനെ കണ്ട് തന്റെ ഒരു ടീഷർട്ട് വലിച്ചെടുത്തുകൊണ്ട് അത് അവളെ തലവഴി ഇട്ട് കൊടുത്തവൻ. അതിനുശേഷം സാരിയും ബ്ലൗസും കൂടെ ഊരി മാറ്റി സാരി നന്നായി മടക്കി വെച്ചു. അപ്പോഴേക്കും ബാക്കിയുണ്ടായിരുന്ന പാവാടിയും അവന്റെ നേർക്ക് നീട്ടിയവൾ. ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അത് മടക്കി വെച്ച് അവളെടുത്ത് ബെഡിലേക്ക് കിടത്തി. ഉറങ്ങിക്കും. കണ്ണുകൾ വിടർത്തി നോക്കുന്ന പെണ്ണിന്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് ഭർത്ത പറയുമ്പോൾ അവൾ അനുസരണയോടെ കണ്ണുകൾ അടച്ചു. അവളെ കീഴെ പോയ കിടപ്പ് കണ്ടവൻ ചിരിയോടെ അവളിലേക്ക് ഒന്നുകൂടെ ചേർന്നുകൊണ്ട് തന്നെ നെഞ്ചിൽ അവളെ പൊതിഞ്ഞു വെച്ചു. രാവിലെ ഉറക്കമുണരുമ്പോൾ അരികിൽ ഭരത് ഉണ്ടായിരുന്നില്ല. ഉറക്കം നന്നായി മാറിയതിനു ശേഷമാണ് അവൾ എഴുന്നേറ്റ് തലയ്ക്ക് കൈ കൊടുത്തിരുന്നത്. ദൈവമേ, ഇന്നലെ രാത്രി അയാൾ എന്നെ ലിപ് കിസ് അടിച്ചതല്ലേ? എന്നിട്ട് അത് മിണ്ടാന്ന് വാങ്ങിയിരിക്കുന്നു വൃത്തികെട്ടവൾ. തലയിലൊന്ന് അടിച്ചുകൊണ്ട് കാന്തി ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു. അവിടെ അവനെ കാണാത്തത് കൊണ്ട് തന്നെ വേഗം പോയി ഫ്രഷായി വന്നവൾ കാലിപ്പോടെ അവിടെ തന്നെ ഇരുന്നു. ഫ്രഷായോ കാന്തി? പിന്നിലും ഭരത്തിന്റെ ശബ്ദം കേട്ടവൾ ദേഷ്യത്തിൽ ചാടി എഴുന്നേറ്റു. എടോ, ഇന്നലെ രാത്രി താൻ എന്ത് പണിയാണോ കാണിച്ചേ പീഡക? ഭരത്തിന്റെ കുത്തിനി പിടിച്ചുകൊണ്ട് കാന്തി ചോദിക്കുക. അവൻ മുഖത്ത് ഗൗരവം ഭരത്തിയാളെ രൂക്ഷമായി നോക്കി. ഒന്നുമ്മ വെച്ചു, അതിപ്പോ വലിയ പ്രശ്നമാണോ? അങ്ങനെയാണെങ്കിൽ കാന്തി തിരിച്ചവനെ കിസ് ചെയ്തിരുന്നല്ലോ. അവൻ കൈകൾ കെട്ടിന്ന് പറയുമ്പോൾ അവൾ വാ തുറന്നു പോയി. ഞാനും തിരിച്ചുമ്മ വെച്ചോ? ഇന്നത്തെ കാര്യം നല്ലോണം വെടിപ്പായി ഉള്ളിലുണ്ടെങ്കിലും അവന് തിരിച്ചുമ്മ വെച്ചതെന്ന് ഓർമ്മ വരാത്തത് കൊണ്ട് സംശയത്തോടെ ചോദിച്ചവൾ. വെച്ചു. അത് പിന്നെ അറിയാതെ പറ്റിയതാകും, അതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിച്ചു. ഒരു പരിങ്ങിലൂടെ പറഞ്ഞിട്ട് റൂമിന് പുറത്തു പോകുന്നവളെ നോക്കി ചീറ്റിയോടെ തല കുറഞ്ഞ് ഫ്രഷ് ആകാൻ കയറിയവൻ. വയ്ക്കും, നീ അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും. ദൈവമേ, ഇയാളെ ഇന്നലെ വല്ലതും കയറി പിടിപ്പിച്ചിരുന്നെങ്കിൽ മനുഷ്യൻ നാറിപ്പോയനെ. അവൾ തലയിന്ന് കുടഞ്ഞിട്ട് താഴേക്കിറങ്ങുമ്പോൾ നളിനി ബ്രേക്ക്ഫാസ്റ്റും എല്ലാം എടുത്തുകൊണ്ട് വയ്ക്കുവാണ്. ശോ, ഇതൊക്കെ തന്നെ ചെയ്യാതെ അമ്മ എന്നെ ഇന്നലെ വന്ന മരുമകളോട് പറ. ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ വേണ്ടേ? ഒന്നും വേണ്ട, മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് കഴിച്ചാൽ മതി. നിന്നെ ജോലി ചെയ്യിപ്പിക്കാനൊന്നുമല്ല ഇവിടെ കൊണ്ടുവന്നത്. നളിനി കണ്ണൊട്ടിക്കൊണ്ട് പറഞ്ഞു കേട്ടവൾ തല ചോറിഞ്ഞിട്ട് മുകളിലേക്ക് നോക്കി. അല്ല, ജോലി ചെയ്യാമെന്ന് പറഞ്ഞു. അതിന് മോൾ എന്ത് ജോലി അറിയാവുന്നത്? ഉലുവ ഏതാ കടുക് ഏതാ അറിയാവോ നിനക്ക്? നളിനി കണ്ണൊട്ടി ചോദിക്കുമ്പോ ഇല്ലെന്നതുപോലെ തോൾ വെട്ടിച്ചുകൊണ്ട് നന്നായി ചിരിച്ചു കാണിച്ചവൾ. അങ്ങോട്ടിരിക്കു വച്ചേ, വിളമ്പുന്നത് മൊത്തം കഴിക്ക്. അവളെ പിടിച്ച് ചെയറിലിരുത്തി നളിനി പറയുമ്പോൾ അവളെ കരികിൽ ബസ് ഓടി വന്നിരുന്നു. പുറകെ മാധവനും ഭരത്തും വന്നിരുന്നു. ഇന്നിപ്പോ ഓഫീസിൽ പോകുന്നുണ്ടോ ഭരത്തെ? അവന്റെ വേഷം കണ്ടൊരു സംശയത്തിൽ ചോദിച്ചു നളിനി. ഇന്നൊരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ടമ്മേ, അതുകൊണ്ട് പോകാതിരിക്കാൻ പറ്റില്ല. ഭരത് ഗൗരവത്തിൽ പറയുമ്പോൾ അവനെ ഒട്ടും ശ്രദ്ധിക്കാത്തതുപോലെ ഇരുന്ന് കഴിച്ചു കാന്തി. ഇന്നൊരു ദിവസം ഇങ്ങനെ പോട്ടെ, നാളെ രാവിലെ ഉറക്കം എന്നിട്ട് മടി പിടിച്ചിരിക്കാതെ കുളിച്ച് ഫ്രഷായി ഓഫീസിലേക്ക് വരാം. കുറച്ചായാലോ പഠിപ്പ് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു. ഭരത് പറയുമ്പോൾ കാന്തി കുടിച്ചുകൊണ്ടിരുന്ന വെള്ളം നെറുകയിലൊന്ന് കയറി. ഞാനെങ്ങും വരില്ല. വരില്ലേ? അതെന്താ? അവളെ സംസാരം കേട്ടവൻ ഗൗരവത്തോടെ അവളെ സൂക്ഷിച്ചു നോക്കി. എന്നെ നിങ്ങൾ കെട്ടിയതല്ലേ? ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കാൻ വയ്യെങ്കിൽ എന്തിനാ കെട്ടിയേ? ഇനി ഞാൻ കൂടെ ജോലി എടുത്ത് സമ്പാദിച്ചുകൊണ്ട് വേണമെന്ന് പറഞ്ഞ എങ്ങനാ? കാന്തി മുഖം കൂർപ്പിച്ച് പറഞ്ഞു കേട്ടും വസുവിന്റെ മുഖത്തൊന്ന് നോക്കി ഭരത്. നാളെ ഇവളെയും കൊണ്ട് 10 മണിക്ക് മുന്നേ ഓഫീസിൽ വന്നില്ലെങ്കിൽ ഞങ്ങൾ വരാ ഏട്ടാ. ഭരത്തിന്റെ നോട്ടവും ഭാവവും കാണെ പെട്ടെന്ന് തന്നെ വസു തല കുലുക്കി. അതൊന്ന് നോക്കി കൈ കഴുകാൻ എഴുന്നേൽക്കുമ്പോൾ കാന്തി കൂടെ കടുപ്പിച്ചു നോക്കാൻ മറന്നില്ല അവൻ. അതിന് കഴുത്ത് പിടിച്ച് തിരിച്ച് ഒരിപ്പായിരുന്നു അവൾ. എന്റെ പൊന്നു കാന്തിയല്ലേ, ഒന്ന് സമ്മതിക്കടി, ഇല്ലെങ്കിൽ പിന്നെ അത് മതി അയാൾക്ക് എന്റെ തലയിൽ കയറാൻ.
വാസു കാന്തിയുടെ കൈ പിടിച്ച് അപേക്ഷ പോലെ പറഞ്ഞു കേട്ടതും അവൾ മുഖം വെട്ടിച്ചു മാറ്റി. നളിനി അരിഞ്ഞു കൊടുത്ത ഒരു കൂസലുമില്ലാതെ കഴിച്ചുകൊണ്ടിരുന്നു. എടി, നിന്നോടാണ് ഞാൻ പറയുന്നത്. അവളെ ആ പ്രവൃത്തി കാണാൻ വാസുവിന് ദേഷ്യം വന്നു. നീ എന്തൊക്കെ പറഞ്ഞാലും അയാളുടെ അടുത്ത് ജോലിക്ക് വരില്ല ഞാൻ. അച്ഛനോട് ഞാൻ ഇന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ കേൾക്കാതെ അവർ തന്നെ പോണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. ഇനി ഞാൻ സമ്മതിക്കില്ല. ഉറപ്പാണോ? കാന്തി ഉറപ്പോടെ പറയുമ്പോൾ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് വാസു അവളെ കൂർപ്പിച്ചു നോക്കി. അതെ. അവളുടെ തീരുമാനത്തിന് മാറ്റമില്ലായിരുന്നു. എന്നാൽ ഞാൻ ഏട്ടനോട് പറഞ്ഞു കൊടുക്കും. പണ്ട് അങ്ങയുടെ പിന്നാലെ നടന്ന പവിത്ര ചേച്ചിയുടെ വീട്ടിൽ കയറി കൂടത്രം ചെയ്ത മുട്ട വെച്ചത് നീയാണെന്ന് വാസു പുരികം പൊക്കി പറഞ്ഞു കേട്ടതും കഴിച്ചുകൊണ്ടിരുന്ന ആപ്പിൾ തൊണ്ടക്കുഴിൽ വഴി വേഗം താഴേക്കിറങ്ങിപ്പോയി. അതുകൂടിയായതും കാന്തിയുടെ കണ്ണുകൾ പുറത്തേക്കൊന്ന് തള്ളി. എടാ നീ! ചുറ്റുപാട് നോക്കി കാന്തി അവന് നേരെ ചീറുമ്പോൾ വാസുവിനെ പുച്ഛിച്ചുകൊണ്ട് പിന്നിലേക്കൊന്ന് നീങ്ങി. നിന്നെ കൊണ്ട് ഓഫീസിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞത് നീ കേട്ടല്ലോ. ഇനിയിപ്പോ അങ്ങനെ പോയില്ലെങ്കിൽ ഏട്ടന്റെ കയ്യിലും കിട്ടാൻ പോകുന്നത് എനിക്കാണല്ലോ. ഇത് കൂടി അറിയുമ്പോൾ നിനക്കും കൂടെ കിട്ടിക്കോളും. വസു നല്ലൊരു ശീലയോടെ പറയുമ്പോൾ കാന്തി പല്ലി കടിച്ചു. കൂടാതെ നിനക്ക് ഏട്ടനോട് പണ്ട് ഇഷ്ടമുണ്ടായിരുന്നെന്നും ഞാൻ വെച്ചു കാച്ചു. അതെപ്പോ? വസു നിർത്താതെ പറഞ്ഞതും അവൾ അമ്പരപ്പോടെ അവനെ നോക്കിക്കൊണ്ട് തലയ്ക്ക് കൈ കൊടുത്തു. ഇനി പറ, നാളെ മുതൽ എൻ്റെ ഒപ്പം ഓഫീസിൽ ജോയിൻ ചെയ്യുന്നുണ്ടല്ലോ. പുരികം പൊക്കിയും താഴ്ത്തിയും വസു ചോദിച്ചതിന് പല്ല് കടിച്ചുകൊണ്ട് തന്നെ തല കുലുക്കി അവൾ. നീ ഒന്ന് ക്ഷമിച്ചു മുത്തേ. ഇതല്ലാതെ വേറൊരു വഴിയും എന്റെ മുന്നിലായിരുന്നടി. കാന്തിയുടെ കയ്യിൽ നിന്നും ഒരു പീസ് ആപ്പിളെടുത്ത് വായിൽ വെച്ചുകൊണ്ട് വസു പറഞ്ഞ കേട്ടതും അവൾ അമർഷത്തോടെ മുഖം തിരിച്ചു. അവർ നല്ല ഒന്നാന്തരം ആമ്പിളറുണ്ടടി. പോരാത്തതിന് ഓഫീസിലുള്ള ആരെയും കല്യാണത്തിന് ക്ഷണിച്ചതുമില്ല. നീ പിന്നെ നെറ്റിൽ സിന്ദൂരമൊന്നും വാരി പൊട്ടാത്തത് കൊണ്ട് നിന്റെ കല്യാണം കഴിഞ്ഞതാണെന്ന് അവിടെ ആരും അറിയാനും പോകുന്നില്ല. കാന്തിയുടെ നെറ്റിയിൽ മാഞ്ഞു കിടക്കുന്ന കുങ്കുമൊന്ന് നോക്കി വസു പറഞ്ഞ കേട്ടതും അവളുടെ കണ്ണുകളൊന്ന് തിളങ്ങി. എന്നാ പിന്നെ പോകാം അല്ലേ? അവന്റെ ആ ഒരൊറ്റ പറച്ചിൽ അവളെ തീരുമാനം പാടെ മാറ്റിമറിച്ചു. അതിന് ചീവിയുടെ തല കുലുക്കുമ്പോൾ ഭാരത്തെങ്ങാനും ഇതറിഞ്ഞാൽ തനിക്ക് കിട്ടാൻ പോകുന്ന ആടിയുടെ വേദനയുടെ ഓർമ്മയിൽ പോലും വസുവിന്റെ മുഖം ഒന്ന് ചുളിഞ്ഞു. ശോ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സന്തോഷത്തിന് നമുക്കൊന്ന് പുറത്തു പോയാലോ? ഉച്ചയ്ക്ക് മമ്മദിക്കയുടെ കടയിൽ നിന്ന് മട്ടൻ ബിരിയാണി, അത് നിന്റെ ചിലവിൽ. അല്ലെങ്കിൽ പിന്നെ എന്താണ് നീ എനിക്ക് ചിലവ് തന്നിട്ടുള്ളത്? എന്നും എന്റെ ഈ പോക്കറ്റിൽ നിന്ന് തന്നെയല്ലേ പണം ഇറങ്ങുന്നത്? കാന്തി ഉന്മേഷത്തോടെ ചാടി എഴുന്നേറ്റുകൊണ്ട് ചോദിച്ച കേട്ടതും വസു പുച്ഛത്തോടെ തിരിച്ചു ചോദിച്ചു. അതിന് നന്നായി ചിരിച്ച് കാണിച്ചുകൊണ്ട് അവൾ റൂമിലേക്ക് ഓടി. അത് നോക്കി ഒരു ചീരയുടെ ഡ്രസ്സ് മാറാൻ അവനും തന്റെ റൂമിലേക്ക് നടന്നു. രണ്ടും റെഡിയായി നളിനിയോടും മാധവനോടും പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി ഒരൊറ്റ ഓട്ടമായിരുന്നു. കല്യാണം കഴിഞ്ഞാൽ മോള് നന്നാകുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ചെയ്തത്. അവിടെ പോക്ക് കണ്ട് താടിയിൽ കൈ കൊടുത്തുകൊണ്ട് മാധവൻ പറയുമ്പോൾ നളിനി ചിരിയോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. അല്ലെങ്കിലും അവളിങ്ങനെ തെറിച്ചു നടക്കുന്ന തന്നെയാ രസം അല്ലേടി ഭാര്യയെ? അയാളും ഒരു ചിരിയോടെ ചോദിക്കുമ്പോൾ അവർ അതിനൊന്ന് മൂളിക്കൊടുത്തു. അതേസമയം തന്നെ പോയ സ്പീഡിൽ കാന്തി തിരിച്ചകത്തേക്ക് ഓടി വന്നു. ഇതെന്താ ഇപ്പോ? മാധവൻ സംശയത്തോടെ നോക്കുന്ന നേരം അയാളെ നോക്കി നല്ലോണം ഒന്ന് ചിരിച്ച് കാണിച്ചുകൊണ്ട് അവളുടെ റൂമിലേക്കാണ് അവൾ ഓടിക്കയറിയത്. ദൈവമേ, എന്റെ പേഴ്സ്! ഒരു നിമിഷം കഴിഞ്ഞ് തിരിച്ചു വീണ്ടും ഓടുന്നവളുടെ കയ്യിൽ മിന്നായം പോലെ കണ്ട തന്റെ പേഴ്സിലേക്ക് ദയനീയമായി നോക്കിക്കൊണ്ട് മാധവൻ പറഞ്ഞതും നളിനി തന്നെ ചിരി അമർത്തിക്കൊണ്ട് അയാളുടെ നോട്ടം മാറ്റി. ഈ തീർച്ച നടക്കുന്നത് അത്ര രസമൊന്നുമില്ല. അയാൾ കെറുവോടെ പറയുമ്പോൾ നളിനി പൊട്ടി ചിരിച്ചു പോയി. ആ ചിരിയിൽ പങ്കുചേർന്നെങ്കിലും തന്റെ പേഴ്സിൽ 1 രൂപയെങ്കിലും ബാക്കി വെക്കണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു അയാൾ.